പോയി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ സംഭവം ഉണ്ടാകുന്നത് അറിഞ്ഞപ്പോൾ തന്നെ ജിനോ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ ഈ ട്രാഫിക്കിനെ ഏതൊക്കെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും, എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അടക്കം ഞങ്ങൾ നേരിട്ട് പോയി ഞങ്ങൾ നോക്കി പരിശോധിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പല അപാകതകളും നമുക്ക് പിന്നെ അത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മണപ്പാട്ടിച്ചിറയുടെ ഭാഗത്ത് ഉള്ള ബാരിക്കേഡുകൾ, പിന്നെ അതുപോലെ തന്നെ അവിടെ പാർക്കിങ്ങിൻ്റെ പ്രശ്നം, പിന്നെ ഈ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ അവിടെയുള്ള റൈഡുകൾ, അതിൻ്റെ സുരക്ഷ, ഇതൊക്കെ തന്നെ വലിയൊരു കൺസേണാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് പ്രത്യേകം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ സംഘാടക സമിതി ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ ഈ സുരക്ഷ, പൊതുജന സുരക്ഷ ഏറ്റവും മുൻപന്തിയിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുക. നമുക്ക് അതിലൊരു വിട്ടുവീഴ്ച ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരൊക്കെയാണോ ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർ, ഇതെല്ലാം ഇതിന് വേണ്ട ഇതുപോലെ അവിടെ സ്റ്റാളുകൾ വരും. പിന്നെ അതിൻ്റെ പിന്നെ നമുക്കറിയാം ഇതുപോലെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ പിന്നെ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ പല രീതിയിലുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അവെയറാണ്. അപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളും ആ രീതിയിലുള്ള പ്രവർത്തനം അവിടെ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ നടത്താൻ പറ്റുമോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ തൊട്ടുപുറത്താണ് അവിടെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. കുറേ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പള്ളിയിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ആ കടവ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ വരുന്ന ലൈറ്റ് ക്രമീകരണങ്ങൾ, അപ്പോൾ ഞാൻ അവിടെ DTPC ആണ് അവിടെ ബോട്ട് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ, ലൈഫ് ജാക്കറ്റോ ആ ബോട്ടിൻ്റെ ഇതൊക്കെ തന്നെ പ്രശ്നമാണ്. നമ്മൾ കൺസേൺഡ് അതോറിറ്റിക്ക് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ആളുകൾ അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണണം. പിന്നെ അവിടെ ഈ പറഞ്ഞ പിന്നെ ഏരിയകളിൽ വരുന്ന പിന്നെ ട്രാഫിക് ഡൈവേർഷൻ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആ പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് കുറച്ച് വിശാലമായിട്ടുണ്ട്. അതിപ്പോൾ മോശമായിട്ട് കിടക്കുകയാണ്. അങ്ങോട്ട് വണ്ടികൾ പ്രവേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതെല്ലാം വൃത്തിയാക്കി അവിടെ പാർക്കിങ്ങിനുള്ള സംവിധാനം ചെയ്യുക. അതുപോലെ ബാരിക്കേഡുകൾ, അതുപോലെ പാർക്കിംഗ് പാടില്ലാത്ത ഏരിയ പറഞ്ഞുകൊണ്ട് ആ പടിഞ്ഞാറേ സൈഡിൽ അവിടെ അതിന് ക്രമീകരണങ്ങൾ നടത്തുക. അവിടെ കയറോ അല്ലെങ്കിൽ കോണുകളോ വെച്ചിട്ട് അവിടെ ചെയ്യാം. അങ്ങനെ കുറേയധികം ഇത് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ നിയന്ത്രണമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഈ സംഘടന പറഞ്ഞത് പിന്നെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ പെർമിഷൻ, ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പെർമിഷൻ, അവിടെ സ്റ്റാളുകൾക്കുള്ള പെർമിഷൻ, റൈഡിനുള്ള പെർമിഷൻ, എല്ലാം പൊല്യൂഷൻ. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ വേസ്റ്റ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് അവിടെ വരുന്ന ഈ പറഞ്ഞത് മറ്റ് ഹരിതകർമ്മ സേനയോ അല്ലെങ്കിൽ മറ്റു കുടുംബശ്രീയോ മറ്റവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതെല്ലാം കാര്യങ്ങളിലും പ്രത്യേകം പിന്നെ ശ്രദ്ധയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പറ്റുള്ളൂ അതാണ് എനിക്ക് തോന്നുന്നത്. സാറ് ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇത് ഇതിൻ്റെ ചെയർമാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സാറിന് അത് വ്യക്തമായിട്ട് അറിയാം. സാറത് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഞാനിപ്പോൾ കുറ്റപ്പെടുത്തതല്ല, ഞാൻ കണ്ടൊരു അപകടം ഉണ്ടായിട്ട് നമ്മൾ പിന്നീട് ഒരു സേഫ്റ്റി മെഷർ എടുത്തിട്ട് കാര്യമില്ല. ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തുന്ന ബോട്ട് സർവീസ് അല്ല. അത് DTPC ലേലം ചെയ്ത് കൊടുത്ത് വർഷം മുഴുവൻ നടക്കുന്ന ബോട്ട് സർവീസാണ്. അവിടെ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്. അവിടെ നമ്മുടെ ഈ കാർണിവൽ 25-ാം തീയതി തുടങ്ങി 31 വരെ ഉള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരു കാര്യം, ഈ സമയത്ത് അതിൽ കൂടുതൽ ആളുകൾ കയറാനുണ്ടാവും. അപ്പോൾ അവർ കാർണിവലിൻ്റെ സമയത്തായാലും അല്ലാത്ത സമയത്തായാലും ബോട്ട് സർവീസ് അവിടെ നടത്തുമ്പോൾ അവർ ലൈഫ് ജാക്കറ്റും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും വെച്ചുകൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് കാർണിവലിൻ്റെ ഉള്ളപ്പോഴായാലും ശരി അല്ലാത്തപ്പോഴായാലും അങ്ങനെ നടത്തണം എന്നാണ് നിയമം. അത് അവരോട് വേറൊരു ഏജൻസി DTPC ടെൻഡർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ആളാണ് എടുത്ത് നടത്തുന്നത്. നമ്മൾ അവരോട് സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞത് കാർണിവലുമായിട്ട് അതിന് ബന്ധമില്ല. പിന്നെ കാർണിവൽ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ ആ സമയത്ത് ബോട്ടിൽ കയറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പെർമിഷൻ അവർക്ക് നമ്മൾ 25-ാം തീയതിക്ക് മുമ്പ് കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അവർ ഈ ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിന് അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനുമതി മേടിച്ച് കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൊടുത്തതിന് ശേഷമാണ് പഞ്ചായത്ത് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവരെ ലൈസൻസ്, അതായത് ഇപ്പം അവർ ഫയറിൻ്റെ കഴിഞ്ഞ ദിവസം അവർ പോയി പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ പൊല്യൂഷൻ്റെ അങ്ങനെ ആ
പേപ്പറുകളെല്ലാം അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള അനുമതി കിട്ടിയതിന് ശേഷം അത് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പഞ്ചായത്ത് ഔദ്യോഗികമായിട്ട് അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് 25-ാം തീയതിക്ക് മുമ്പ് അത് എന്താണെന്ന് വെച്ചാൽ പരിപാടി ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുമ്പ് അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതിന് മുമ്പ് അവർ ഈ ലൈസൻസുകളെല്ലാം മേടിച്ച് പഞ്ചായത്തിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് കൊടുക്കുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ബാരിക്കേഡ് ഇവിടെ പറഞ്ഞ കാര്യം അത് ശരിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളറിയാം, നമ്മൾ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ നടക്കുമ്പോൾ നമുക്കും ചങ്കിടിപ്പ് കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായി ബാരിക്കേഡ് സംവിധാനമെല്ലാം നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 31-ാം തീയതി ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും അത് നമ്മൾ 2-3 നമ്മൾ ബോക്സായിട്ട് തിരിച്ചു. കാരണം ആളുകളുടെ ആ റഷ് തള്ളു കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2-3 ബോക്സായിട്ട് നമ്മൾ തിരിച്ചിരുന്നു അല്ലേ 31-ാം തീയതി ലാസ്റ്റ് ദിവസമാണ് ആ പ്രശ്നം വരുന്നുള്ളൂ. ആളുകളുടെ തള്ളു വരുന്ന, ആളുകൾക്ക് നിൽക്കാനും നടക്കാനും പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന ഒരു ക്രൗഡ് എന്ന് പറയുന്നത് 31-ാം തീയതി വരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലെ ക്രൗഡ് എന്ന് പറയുന്നത് വന്നു പോകുന്ന ഒരു മൂവിങ് ക്രൗഡാണ്. അപ്പോൾ 31-ാം തീയതി നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബാരിക്കേഡിങ് സംവിധാനം, അത് പോലീസും നമ്മൾ സാധാരണ എല്ലാ വർഷവും പോലീസും വന്ന് പറയാറുണ്ട്. ആ പറയുന്ന പൈപ്പ് വെച്ച് തന്നെ, ഇരുമ്പ് പൈപ്പ് വെച്ച് തന്നെ നമ്മൾ ബാരിക്കേഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം, കാരണം കുറച്ചുകൂടെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് പഞ്ചായത്തിൻ്റെ ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുള്ള ക്രമീകരണം പഞ്ചായത്ത് ഒരു കമ്മിറ്റീനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റി അതെല്ലാ വർഷവും എല്ലാ ദിവസവും നമ്മൾ കാർണിവൽ കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ദിവസവും ക്ലിയർ ചെയ്താണ് പോകുന്നത്. അത് പഞ്ചായത്ത് അതിനൊരു കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹരിതകർമ്മസേനയും മറ്റാളുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുണ്ട്. അത് പഞ്ചായത്ത് കൃത്യമായി നിർവഹിക്കുന്നതാണ്. പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലാണ് നമ്മൾ ആ കാർണിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ സമീപ പ്രദേശത്ത് പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. അല്ലാതെ റോട്ടിൽ കൊണ്ടുവന്ന് വീട്ടിട്ട് പോകുന്നത് നമ്മൾ പരമാവധി നമ്മൾ നിയന്ത്രിക്കാറുണ്ട്. അത് ആ കാര്യത്തിൽ അതൊന്ന് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിവിൽ ഡിഫൻസുകാർ കുറച്ച് പേര് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പോലീസും ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സിവിൽ ഡിഫൻസുകാരെ നമ്മൾ പോലീസും വിളിക്കാറുണ്ട്. അവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വളരെ കൃത്യമായി വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഈ സൂചിപ്പിക്കാനായിട്ടുള്ളത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പഞ്ചായത്ത് സംഘാടക സമിതിയുമായ ആളുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇടയ്ക്ക് വിളിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങളുടെ കൃത്യമായ പരിശോധന വേണം ആ ദിവസങ്ങളിൽ. കാരണം നമ്മൾ ഈ വരുന്ന ആളുകൾ കയ്യിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കൊടുക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പരിശോധന കൃത്യമായിട്ട് ഉണ്ടാവുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മുടെ പിന്നെ നമ്മൾ ഈ ഏരിയ മൊത്തം CCTV ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോളും അതിൻ്റെ ഫുട്ടേജും ഒക്കെ പോലീസിന് ആക്സസ് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് ഏരിയ നമ്മൾ കാർണിവൽ നടക്കുന്ന ഏരിയ കംപ്ലീറ്റ്, സറൗണ്ടിങ് ഏരിയ കംപ്ലീറ്റ് എന്നുവെച്ചാൽ ആളുകൾ ഗ്യാദർ ചെയ്യുന്ന, അസംബിൾ ചെയ്യുന്ന ആ ഏരിയ കംപ്ലീറ്റ് നമ്മൾ CCTV നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോലീസിന് ഈ ഫുഡ് പരിശോധന അങ്ങനത്തെ കാര്യങ്ങൾ, ക്ലീനിങ് കാര്യങ്ങൾ, അത് ആ ഹെൽത്തും ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പഞ്ചായത്ത് തന്നെയാണ് അത് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. ആ പരിശോധനയും അതുപോലെ തന്നെ ഇപ്പോൾ ക്ലോറിനേഷൻ നടത്താനുള്ള ഭാഗങ്ങൾ ക്ലോറിനേഷൻ, ക്ലീനിങ് ചെയ്യാനുള്ള ഭാഗങ്ങൾ ക്ലീനിങ്, അതെല്ലാം ഈ ദിവസങ്ങളിൽ അത് ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും.